ഒരിടത്തൊരു ക്രൂരമായ റേപ്പ് നടന്നപ്പോൾ മാത്രം പരിശോധനയ്ക്ക് ഇറങ്ങി പുറപ്പെടൽ യഥാർത്ഥത്തിൽ ആൾക്കാരെ പറ്റിക്കാനല്ലേ ശ്രീ ജോർജ് ജോസഫ്? അതിലെന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടാവുമോ? ഇല്ല, പോലീസിൻ്റെ നടപടി എന്താണെന്നൊക്കെ ഒരു ഐഡിയ ധന്യരാമൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായല്ലോ. കുറേ നാളുകൊണ്ട് നമ്മളിത് കാണുകയാണ്. പലയിടത്തും ബ്രോത്തൽ ഹൗസ് നടത്തുന്നതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എറണാകുളത്ത് അങ്ങനെ പിടിച്ചല്ലോ. കാരണം അവരെ ഗൾഫിൽ നിന്നുള്ള അവരെ അതിൻ്റെ പണം മുഴുവൻ ഇവരെ വേറെ ചില അക്കൗണ്ടിലൊക്കെ വന്ന് അങ്ങനെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ എറണാകുളത്ത്. അപ്പം പൊതുവേ ഇതുപോലെ ഈ ക്യാരക്ടർ മോശമായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നടപടി. കാരണം നമുക്ക് ഓരോ സ്ഥലത്ത് ഇപ്പോഴത്തെ ഇതെന്ത് ക്രൂരമായ ഒരു റേപ്പാണ്. അയാൾക്ക് ഏകദേശം 11ഓളം കേസുകളുണ്ട്. കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതി ആയിരിക്കുന്നവനെയാണ് ഇത് വന്ന് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാപ്പ കേസ് എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം 4 മാസം അവൻ ഇറങ്ങിപ്പോവും. പക്ഷേ കേസിലെ റേപ്പ് കേസിൽ ഇതുപോലെ കുത്തുകേസിലെ അറ്റംപ്റ്റ് ടു മർഡർ കേസിലത്തെ പ്രതിയെ ശിക്ഷിപ്പിക്കാത്തത് എന്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്ത് ഈസിയാണ് നമുക്ക് ചെയ്യാൻ. കാരണം അനുഭവസ്ഥനോടെ കോടതി കയറി വിവരങ്ങൾ പറയുമല്ലോ. സാക്ഷി 1-2 പേര് പോരെ ഒരുത്തനെ അകത്താക്കാൻ. ഈ കേസിനകത്ത് തന്നെ പോലീസ് ഒരു കാര്യം ആലോചിച്ചോണം. അവിടുത്തെ ഒരു DYSP ആണ് ഇത് അന്വേഷിക്കുന്നത്. തിരുവല്ലയിലെ മഞ്ഞാടിയിലെ ആ സ്പാ കേസിലെ ആ ക്രൂരമായ ആ റേപ്പിൻ്റെ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒരു DYSP ആണ്. എന്തും ആയിക്കോട്ടെ, ഇവനെ ആജീവനാന്തം ജയിലിൽ കിടക്കാനുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. കാപ്പ കീപ്പയൊന്നും ഇവിടെ വേണ്ട. അവനെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം ജയിലിൽ കിടക്കുന്ന ഒരു ശിക്ഷ. അത് 30-40 ദിവസത്തിന് അതിൻ്റെ ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ DYSPക്ക്? കാരണം 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി 4 പേരെ കിട്ടാനുണ്ട്. 6 പേര് കൂടിയാണ് അത് ചെയ്തത്. അത് അവിടുത്തെ CCTV ദൃശ്യത്തിൽ അവർ കിട്ടാതിരിക്കാൻ വേണ്ടി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടറാണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ മുഴുവൻ കിട്ടി. അതുകൊണ്ട് ഇനി സാക്ഷിയൊന്നും അധികം ആവശ്യമില്ല. പെൺകുട്ടിയുടെ മൊഴിയും ഈ CCTV ദൃശ്യം പോലെ വേണമെങ്കിൽ അവിടെ ഒരാളെ നഗ്നനായിട്ട് നിർത്തി ഈ പെൺകുട്ടിയെ നഗ്നനായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ കൊണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓർമ്മ വരുന്ന പൾസർ സുനിയുടെ തന്നെയാണ്. നമുക്ക് പൾസർ സുനിയുടെ അറിയാമല്ലോ. നമുക്ക് അതെനിക്കൊരു കൊട്ടേഷനാണ്. ഈ പെങ്കൊച്ചിൻ്റെ അടുത്തും പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണെന്ന് അവൻ പറഞ്ഞതായിട്ട് പറയുന്നു. അല്ല, ഈ പറഞ്ഞ ബലാത്സംഗവും പൾസർ സുനിയെ നടത്തിയ അതേ രീതിയിലുള്ള അല്ല അത് ചിത്രീകരിച്ചു. അല്ല, ഒരു കൊട്ടേഷനാണെന്ന് പറഞ്ഞാണ് തുടക്കം. അപ്പോൾ ആ കൊട്ടേഷൻ കേരളത്തിൽ പല സ്ഥലത്തും നടക്കുകയാണ് ഇപ്പം. ആ പൾസർ സുനിയുടെ അതേ രീതിയിലുള്ള ക്രിമിനൽസ് ഇവിടെ നാട് വാഴുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ഒരു 30-45 ദിവസത്തിന് ഇത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ ഒക്കും ഈ 2 പേര് അല്ലെങ്കിൽ 4 പേര് ഇനി കിട്ടാനുള്ളത്. അങ്ങനെ വന്ന ഒരു ഗുണം എന്നാണെന്നറിയാം, ഇവനൊരു ആജീവനാന്തം അവിടെ കിടന്നോളും. കാപ്പായ്ക്കൊന്നും പുറകേണ്ട ആവശ്യമില്ല. അവിടെയാണ് പോലീസിൻ്റെ എഫിഷ്യൻസി അറിയേണ്ടത്. ഇതുപോലെ 10 സ്ഥലത്ത് 10 ജില്ലകളിലെങ്കിലും ഓരോ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ കാരണം കൃത്യമായി ഇത് നമുക്ക് അടക്കാൻ പറ്റും. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരിക്കണം. അതിനുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള SP-മാരും DIG-മാരും DGP-മാരും ഉണ്ടാകണം. ആഭ്യന്തര വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇവിടെയാണ് പ്രോസിക്യൂഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ അവർക്കെതിരെ രാഷ്ട്രീയക്കാരെ പിണികളായിരിക്കുന്ന ചില വക്കീലന്മാരെ പിടിച്ചൊരു പ്രോസിക്യൂട്ടറായിട്ട് ഒന്നും നടക്കില്ല. ഇവിടെ കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ ശിക്ഷിക്കും. എന്തിനാണ് പ്രോസിക്യൂട്ടർ? പോലീസ് ഉദ്യോഗസ്ഥന് കേസ് കുറ്റച്ചാർജ് കൃത്യമായിട്ട് കൊടുക്കാനും അത് പ്രോസിക്യൂട്ട് ചെയ്യാൻ അവർക്കറിയാമല്ലോ. അടിയന്തരമായിട്ട് അത് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ അവർ ഒരു സാധാരണ ഒരു വക്കീൽ പോരെ. ഗവൺമെൻറ് വക്കീൽ അത് മതി. വലിയ പ്രോസിക്യൂട്ടറൊന്നും ആവശ്യമില്ല. ഇവനെ ഇനി വെളിച്ചം കാണിക്കരുതെന്നാണ് പറയണത്. ഈ 6 പേരെ കൃത്യമായി ഇനി വെളിച്ചം കാണിക്കരുത്. കാരണം അതിനുള്ള എവിഡൻസിൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭാഗ്യത്തിന് കിട്ടി. ആ കുട്ടിയുടെ ആ വേദന നമ്മൾ കണ്ടില്ലേ. ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. ആ ഒരാഴ്ചക്കകം അടുത്ത റേപ്പാണ്. ഭീകരമായ ക്രൂരമായ റേപ്പിന് വിധേയമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.